ഈശോയിൽ സ്നേഹമുള്ളവരെ, തിരുവചന ഉപാസന എന്ന നമ്മുടെ ഈ ലോഗോസ് ക്വിസ് ചാനലിനോട് ചേർന്ന് 2020 ലോഗോസ് ക്വിസിന് ഒരുങ്ങുവാൻ ദൈവത്തിൻ്റെ കൃപയ്ക്ക് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഈ വീഡിയോയിൽ ലോഗോസ് പ്രതിഭയാവുവാൻ, വിശുദ്ധ നാട്ടിലേക്കുള്ള സന്ദർശനത്തിനുള്ള അവസരം ലഭിക്കുവാൻ എത്ര ഘട്ടങ്ങളുണ്ട്, അത് ഏതൊക്കെ എന്നാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. പലർക്കും ഇതറിയില്ല. ഒന്നാം ഘട്ടം കഴിയുമ്പോൾ ഒരു ആശയക്കുഴപ്പമാണ്, എന്തൊക്കെ പഠിക്കണം, എങ്ങനെയൊക്കെ പഠിക്കണം. അപ്പോൾ അതുകൂടി ഞാനിത് പറയും, എന്തൊക്കെ പഠിക്കണം എന്നതുകൂടി. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ അതിനും ഓർമ്മിപ്പിക്കുന്നു. നമ്മൾ വീഡിയോയിലേക്ക് കടക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒന്നാമത്തായിട്ട് പറയാൻ പോകുന്നത് എത്ര ഘട്ടങ്ങളുണ്ടെന്നാണ്. 4 ഘട്ടങ്ങളാണ്. അത് മിക്കവർക്കും അറിയാമെന്ന് തോന്നുന്നു. 4 ഘട്ടങ്ങളാണ് ഉള്ളത്. ഒന്നാം ഘട്ടം രൂപതാതലം, രണ്ടാം ഘട്ടം സംസ്ഥാന തലത്തിലെ ആദ്യഘട്ട മത്സരം, മൂന്നാം ഘട്ടം ഗ്രൂപ്പ് ഫൈനൽ, നാലാം ഘട്ടം ലോഗോസ് പ്രതിഭയുടെ മെഗാ ഫൈനൽ. അങ്ങനെ 4 ഘട്ടമാണ് ഉള്ളത്. അപ്പോൾ ഓരോ കാര്യം ഞാൻ പറയാം. ഒന്നാമത്തെ ഘട്ടം സാധാരണ നമുക്കറിയാം 103 ചോദ്യങ്ങൾ, 100 ചോദ്യങ്ങൾ, 4 ഓപ്ഷൻസ് വീതം. അവസാനത്തെ 3 ചോദ്യങ്ങൾ ഡിസ്ക്രിപ്റ്റീവ് മോഡൽ എഴുതുവാനുള്ളത്. മിക്കവാറും ഇപ്പോൾ അടുത്ത വർഷങ്ങളിലൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവവചനം ഉദ്ധരിക്കുവാൻ തന്നെയാണ്. അപ്പോൾ ഈ 2 കാര്യങ്ങളിലും ആദ്യത്തെ 100 മാർക്കിൻ്റെ ചോദ്യങ്ങളിൽ ഒരു സമനില വന്നാൽ അങ്ങനെ വിജയിയെ നിർണ്ണയിക്കാനാണ് അവസാനത്തെ 3 ചോദ്യങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പോൾ 100 ചോദ്യങ്ങൾ ബൈബിൾ അത്യാവശ്യം നന്നായിട്ട് വായിച്ചു പോകാൻ പറ്റും. ബൈബിൾ അത്യാവശ്യം നന്നായിട്ട് നിങ്ങൾ വായിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 100ൽ ഒരു 85-90 മാർക്ക് വരെ, ചിലപ്പോൾ 90 മുകളിലേക്കും എളുപ്പത്തിൽ ഉത്തരം എളുപ്പത്തിൽ എന്ന് പറഞ്ഞാൽ അത്യാവശ്യമുള്ളവർ ഗ്രഹിച്ചവർക്ക് തന്നെ അത് സാധിക്കും. എന്നാൽ അവസാനത്തെ ഒരു 5-10 ചോദ്യങ്ങളാണ് പലപ്പോഴും ട്രിക്കി ക്വസ്റ്റ്യൻസ്, തന്ത്രപരമായ വ്യത്യസ്തങ്ങളായ ശൈലികളുള്ള ചോദ്യങ്ങൾ, ആവർത്തനത്തെക്കുറിച്ച്, ഫുട് നോട്ട്സുമായി ബന്ധപ്പെട്ട അങ്ങനെയുള്ള പല ചോദ്യങ്ങളും വരുന്നത്. അത് ഓർത്തിരിക്കുക. അപ്പോൾ നന്നായി ഗ്രഹിച്ചതിന് ശേഷം കൂടുതൽ മനഃപ്പാഠമാക്കിയവർക്ക്, അധ്യായവാക്യങ്ങൾ ഓരോന്നും കൃത്യമായി എല്ലാം അറിയാവുന്നവർക്ക്, അതായത് ഏകദേശം പൂർണ്ണമായി തന്നെ മനഃപ്പാഠമാക്കിയവർക്ക് നന്നായിട്ട് അതിലും കൂടുതൽ സ്കോർ ചെയ്ത് രൂപതാ തലത്തിൽ ആദ്യ സ്ഥാനങ്ങൾ കരസ്ഥമാക്കാം. ഇനി രൂപതാ തലത്തിൽ അപ്പോൾ അങ്ങനെ സമനില വന്നാൽ മാത്രം 3 ചോദ്യങ്ങൾ പരിഗണിക്കുകയുള്ളൂ എന്ന് ഓർക്കുക. ഇനി രണ്ടാം ഘട്ടം 2015 ഞാൻ ലോഗോസ് ക്വിസ് എഴുതി തുടങ്ങുമ്പോൾ ആ വർഷത്തെ കാര്യം എന്ന് പറയുന്നത്, അത് ഞാൻ രണ്ടാമത്തെ പ്രാവശ്യം ലോഗോസ് ക്വിസിലേക്ക് വീണ്ടും വന്നൊരു സമയമാണ്. അത് ഞാൻ എൻ്റെ ആമുഖ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ എന്നെ പരിചയപ്പെടുന്ന വീഡിയോകളൊക്കെ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻസ് ഞാൻ താഴെയും കൊടുക്കാം, വീഡിയോയുടെ അവസാനവും മുകളിൽ ഐ ബട്ടണിലും കൊടുക്കാം, നിങ്ങൾ വേണേൽ നോക്കുക. അപ്പോൾ 2015 എനിക്കുള്ള അനുഭവം എന്ന് പറഞ്ഞാൽ, ആ വർഷം വരെ ലോഗോസിൻ്റെ രണ്ടാമത്തെ ഘട്ടം, അതായത് അതിങ്ങനെയാണ്: എല്ലാ രൂപതകളിൽ നിന്നും, എല്ലാ റോമൻ കത്തോലിക്ക സഭയിൽ നിന്നും ലോഗോസ് ക്വിസിൽ പങ്കെടുക്കുന്ന എല്ലാ രൂപതകളിൽ നിന്നും, ഇപ്പോൾ ഏകദേശം 39 ആയിട്ടുണ്ട്. പല രൂപതകളും POCയിലേക്ക്, അവിടേക്ക് KCBSനോട് പിന്നെ അത് ഞങ്ങൾ ചേരട്ടെ എന്ന് ചോദിച്ചിട്ടുള്ളതായി സെക്രട്ടറി കഴിഞ്ഞ ദിവസം എന്നോട് ജോൺസൺ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പുതിയ രൂപതകൾ കൂടി ചേരുമെന്ന് ഓർക്കുക. എന്തായാലും എല്ലാ രൂപതകളിലെയും ആദ്യ 3 സ്ഥാനക്കാർ, അതായത് ഇപ്പോൾ 40 രൂപതയുണ്ടെങ്കിൽ ഒരു A ഗ്രൂപ്പിൽ 120 പേർ, B ഗ്രൂപ്പിൽ, അങ്ങനെ എല്ലാ ഗ്രൂപ്പുകളിലെയും ഫസ്റ്റ് 3 കിട്ടുന്ന ആദ്യ 3 സ്ഥാനക്കാർക്കുള്ള ഒരു എഴുത്തു പരീക്ഷയാണ് രണ്ടാം ഘട്ടം. അപ്പോൾ അത് 2015 എല്ലാവരും നേരെ ഈ രണ്ടാം ഘട്ടത്തിൽ POCയിൽ പോയി അവിടെയായിരുന്നു ഒരു ദിവസമൊക്കെ താമസിച്ച് അവിടുത്തെ എല്ലാം സൗഹൃദ പങ്കാളിത്തം എല്ലാം കഴിഞ്ഞ് അവിടെയായിരുന്നു നമ്മുടെ ആ മത്സരം നടന്നിരുന്നത്. അപ്പോൾ അതായിരുന്നു ആ വർഷം വരെയുള്ള ഒരു സ്ഥിതിവിശേഷം. എന്നാൽ അതിനുശേഷം 2016 മുതലുള്ള വർഷങ്ങളിൽ ആ ഒരു സ്ഥിതി മാറി. അതായത് അവിടേക്കുള്ള യാത്രാ ചെലവ്, POCയിൽ തന്നെ ഇത് സംഘടിപ്പിക്കാൻ, അപ്പോൾ എല്ലാവരും കൂടി വരുമ്പോൾ ഇപ്പോൾ 6 ഗ്രൂപ്പുകളിൽ നിന്ന് 100-നടുത്ത ആൾക്കാർ, ഏകദേശം 600-700 പേര്, അവർ അക്കമ്പനി കൂടെ വരുന്നവർ, അങ്ങനെ ഒത്തിരി പേര് വന്നു കഴിയുമ്പോൾ എല്ലാം കൂടിയുള്ള ആ ഒരു ചിലവെല്ലാം, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പരിഗണിച്ച്, പങ്കെടുക്കുന്നവർക്കും എളുപ്പം, അങ്ങനെയുള്ള കാര്യമെല്ലാം പരിഗണിച്ച് അടുത്ത വർഷം മുതൽ 3 വ്യത്യസ്ത സ്ഥലങ്ങളിലായിട്ടാണ് രണ്ടാം ഘട്ടം. അതായത് കോഴിക്കോട്, എറണാകുളം, അങ്ങനെ ഒരു സ്ഥലം കൂടിയുണ്ട്, അത് ഞാൻ പെട്ടെന്ന് ഓർമ്മ കിട്ടുന്നില്ല. അങ്ങനെ 3 സ്ഥലങ്ങൾ ഉണ്ട്. അങ്ങനെ ഈ 3 സ്ഥലങ്ങളിലായിട്ടാണ് ആ മത്സരം ക്രമീകരിക്കുന്നത്. ഇനി ഈ രണ്ടാം ഘട്ടത്തിൽ എങ്ങനെയാണ് മത്സരം? അതാണ് പലർക്കും അറിയാത്തൊരു പ്രശ്നം. ആദ്യ ഘട്ടത്തിൽ ഓപ്ഷൻസ് ഉണ്ട്, ഇനി അങ്ങോട്ട് ഓപ്ഷൻസ് ഇല്ല. അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ ഓപ്ഷൻസ് ഇല്ല. വളരെ ചെറിയ ഗ്രൂപ്പ് ഫൈനലുകളിലൊക്കെ 1-2 റൗണ്ടുകൾ ഓപ്ഷൻസ് കിട്ടുന്നതുകൊണ്ട്. എന്നാൽ രണ്ടാം ഘട്ടത്തിൽ 53 ചോദ്യങ്ങളാണ്. അതിനെക്കുറിച്ച് ഞാൻ പറയാം. 53 ചോദ്യങ്ങളാണുള്ളത്. അപ്പോൾ ഈ മനഃപ്പാഠമാക്കിയവർക്കും നന്നായി അറിയാവുന്നവർക്കും അവിടെ തെറ്റുതിരുത്തലുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിർണായകമായ ചില ചോദ്യങ്ങൾ, അതിനൊക്കെ നന്നായിട്ട് ഗ്രഹിച്ച് വചനം അറിഞ്ഞാലേ പറ്റത്തുള്ളൂ. കൂടാതെ ഞാൻ നമ്മുടെ ചാനലിൽ ഗ്രീക്ക് പദപഠനത്തിൻ്റെ വീഡിയോ ഞാൻ കുറച്ച് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ബാക്കിയും വരുന്നുണ്ട്. അങ്ങനെയുള്ള പദങ്ങൾ പഠിക്കുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം, എൻഡിലും കൊടുക്കാം. അത് ഒക്കെ വരുന്നുണ്ട്. അത് രണ്ടാം ഘട്ടത്തിൽ തൊട്ടാണ് അത് വരുന്നത്. രണ്ടാം ഘട്ടത്തിൽ ഒരു 3-4 എണ്ണമൊക്കെ, 2-3 എണ്ണമൊക്കെ വരും. അങ്ങനെയുള്ളത് ഈ 50 ചോദ്യങ്ങൾ. ഈ 53 ചോദ്യങ്ങൾക്ക് 3 ചോദ്യം നേരത്തെ പറഞ്ഞ പോലെ സമനില വന്നാൽ പരിഗണിക്കുന്ന ചോദ്യങ്ങളാണ്. ഈ 53 ചോദ്യങ്ങൾക്ക് ആകെ ലഭിക്കുന്നത് 1 മണിക്കൂറാണ്. അതായത് എഴുതണം 1 മണിക്കൂറിൽ
53 ചോദ്യങ്ങൾ. അപ്പോൾ ശരി ശ്രദ്ധിക്കുക, പലപ്പോഴും ക്രമം വാക്യം എല്ലാം കൃത്യമായിട്ട് അറിഞ്ഞിരുന്നാൽ ഇപ്പോൾ ഒരു 7 സ്ഥലങ്ങളുടെ പേര് തുടർച്ചയായിട്ടാണെങ്കിൽ അതൊക്കെ എഴുതി വരുമ്പോൾ മുമ്പ് ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഓർത്ത് പറഞ്ഞത്. അപ്പോൾ അതൊക്കെ എഴുതാനുള്ള ഒരു ഓർത്തെഴുതാനുള്ള ഒരു കൃപ ദൈവം തരികയാണെങ്കിൽ വളരെ ഗുണപ്രദം. അപ്പം മനഃപ്പാഠമാക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇനി ഈ 53-ൽ നിന്ന് എത്ര പേരാണ് തിരഞ്ഞെടുക്കുക എന്ന് പറയാം. ഇനി മൂന്നാം ഘട്ടമാണ്. മൂന്നാം ഘട്ടത്തിൽ ഗ്രൂപ്പ് ഫൈനൽ എന്നാണ് നമ്മൾ പറയുന്നത്. അത് 2016 ഒക്കെ തൊട്ട് കുറച്ച് വർഷങ്ങൾ അത് ഗ്രൂപ്പ് ഫൈനലും വീഡിയോ ടെലികാസ്റ്റിങ്ങിലേക്ക് വന്നിരുന്നു. വീഡിയോ ലൈവല്ല വീഡിയോ ആയിട്ട് വന്നിരുന്നു. പക്ഷേ പിന്നീട് കഴിഞ്ഞ വർഷം ലോഗോസ് പ്രതിഭയ്ക്കും ആ ഫൈനൽ മാത്രമേ, മെഗാ ഫൈനൽ മാത്രമേ വീഡിയോ ആയിട്ടുള്ളൂ. എന്നാൽ ഞാൻ പങ്കെടുത്ത 2015 വേണമെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനിൽ അത് കാണാൻ സാധിക്കും. സി ഗ്രൂപ്പിൽ 2015 അന്ന് ഇല്ല, അന്ന് എനിക്ക് കിട്ടിയില്ല. അന്ന് നമ്മൾ ഇതില്ല, 2016 തൊട്ടാണുള്ളത്. 2018 ഞാൻ പങ്കെടുത്തത് സി ഗ്രൂപ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കാണാൻ പറ്റും. KCBCയുടെയൊക്കെ സൈറ്റുകളിലുണ്ട്. അപ്പോൾ എന്താണ്, ആ വർഷം 2016 മുതൽ ഇത് ഗ്രൂപ്പ് ഫൈനൽ തന്നെ ഒരു വീഡിയോ ടെലികാസ്റ്റിംഗായി മാറി. ആ വർഷം തൊട്ട് എന്താണെന്ന് വെച്ചാൽ എല്ലാ വർഷവും എന്താ പറയുക 10 പേർക്കാണ് സെലക്ഷൻ. ആ വർഷം എന്നല്ല, മുൻപ് തൊട്ടേ അങ്ങനെയാണ്. ഒരു ഗ്രൂപ്പ് ഫൈനലിൽ 10 പേരുണ്ടാവും. ഈ 10 പേർക്ക് 2015 തൊട്ട് ഞാൻ പങ്കെടുക്കുമ്പോഴൊക്കെ 10 പേരാണ്. ആ 10 പേരിൽ ഒരാളാണ് 4ാം ഘട്ടത്തിലേക്ക് പോവുക. അപ്പോൾ ഈ 10 പേരിൽ എവിടെയാണ് നമുക്ക് 50-50 റാപ്പിഡ് ഫയർ അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങളിൽ ആവശ്യമായി വരുന്നത്, അല്ലെങ്കിൽ അനുഭവം ഗുണമാകുന്നത്, അല്ലെങ്കിൽ ആ റൗണ്ടുകളൊക്കെ അവിടെയാണ് വരുന്നത്. 50-50 നമുക്ക് അറിയാവുന്നതൊക്കെയാണ്, പലതും കണ്ടിട്ടുണ്ടാവും. റാപ്പിഡ് ഫയർ ഇതൊക്കെ ഈ ഗ്രൂപ്പ് ഫൈനലിലാണ്. അപ്പോൾ ഗ്രീക്ക് പദങ്ങളെക്കുറിച്ചൊക്കെയുള്ള നല്ല അറിവ് ഈ സമയത്ത് വേണം. ചില റൗണ്ടുകൾ അതിനുവേണ്ടി മാത്രം തന്നെ ചിലപ്പോൾ വന്നേക്കാം, മുൻപൊക്കെ വന്നിട്ടുമുണ്ടെന്ന് തോന്നുന്നു. പലത് നമ്മൾ കണ്ടത് അങ്ങനെ ഉണ്ടല്ലോ. അപ്പോൾ അത് ഈ ഘട്ടത്തിൽ നിന്ന് ഒരാൾക്കാണ് സെലക്ഷൻ. ഇവിടെയാണ് ക്യാഷ് പ്രൈസ് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ഒക്കെ വരുന്നത്. ഇനി ഇവിടെ പറയാൻ വിട്ടുപോയൊരു കാര്യം, 2ാം റൗണ്ടിലെ മത്സരം എഴുതുമ്പോൾ നമ്മൾ സംസ്ഥാനതല മത്സരങ്ങളാണ് എഴുതുന്നത്. അപ്പോൾ അങ്ങനെ എഴുതുന്ന എല്ലാവരും, അത് രൂപതയിൽ ഫസ്റ്റ് ആവട്ടെ, സെക്കൻഡ് ആവട്ടെ, തേർഡ് ആവട്ടെ, ഓരോ വ്യക്തിയും സംസ്ഥാന തലത്തിൽ 5ാമത് എത്തിയെന്നാണ് മനസ്സിലാക്കുക. അങ്ങനെയാണ് പറയുന്നത്. അതായത് എല്ലാവരും 5ാം സ്ഥാനക്കാരാണ്. അപ്പോൾ ഇനി മുന്നോട്ട് പോകുന്നവർ 4ാം സ്ഥാനക്കാർ, 3ാം സ്ഥാനക്കാർ അങ്ങനെ വരും. ഇനി 10 പേര് സെലക്ട് ചെയ്തെങ്കിൽ, അതായത് 3ാം റൗണ്ടിലേക്ക് ഗ്രൂപ്പ് ഫൈനലിലെത്തുമ്പോൾ ആദ്യത്തെ 3 സ്ഥാനം കഴിഞ്ഞുള്ള 7 പേരും 4ാം സ്ഥാനക്കാരാണ്. എല്ലാവരെയും 4ാം സ്ഥാനക്കാരെന്ന് പറയുന്നത്. അവർക്ക് വ്യത്യസ്തമായ ക്യാഷ് പ്രൈസുകളുണ്ട്, അതിലേക്കൊന്നും ഞാൻ വിശദമായിട്ട് കടക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെയാണ്. അപ്പോൾ ഈ 3 പേർക്ക് സ്ഥാനം കിട്ടിയാൽ തന്നെ അതിൽ ഒരാളാണ് 4ാം ഘട്ടം മെഗാ ഫൈനലിലേക്ക് പോകുന്നത്. ലോഗോസ് പ്രതിഭയാകുവാൻ, വിശുദ്ധ നാട് കിട്ടാനുള്ള സന്ദർശിക്കാനുള്ള അവസരം ലഭിക്കുന്ന ആ ഒരു ദൈവകൃപ കൂടുതൽ ദൈവം നൽകി അനുഗ്രഹിക്കുന്ന വ്യക്തി 6 ഗ്രൂപ്പ് ഫൈനലുകളിലെയും ഫസ്റ്റ്, ABCDEF 6 ഗ്രൂപ്പുകളിലെയും ഫസ്റ്റ് തരക്കാരാണ് ഇവിടെ മത്സരിക്കുന്നത്. ഇവിടെ ഇവിടെയും ഗ്രൂപ്പ് ഫൈനലിലൊക്കെ ബസർ റൗണ്ട് എന്ന് പറഞ്ഞ റൗണ്ടുണ്ട്. നമ്മുടെ വേഗതയും ഓർമ്മശക്തിയും എല്ലാം ദൈവകൃപയും എല്ലാം ഒരുമിച്ച് വരുന്ന നിമിഷം. പെട്ടെന്ന് പ്രസ് ചെയ്താൽ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ബെല്ല് പ്രസ് ചെയ്ത് പെട്ടെന്ന് ഉത്തരം പറയാൻ സാധിക്കുക, അല്ലെങ്കിൽ തെറ്റിപ്പോയാൽ മൈനസ്, പൂർണ്ണമായ ഉത്തരം, അവിടെ ഭാഗികമായ ഉത്തരങ്ങളൊന്നുമില്ലാത്ത റൗണ്ടൊക്കെ ഈ ഗ്രൂപ്പ് ഫൈനൽ മെഗാ ഫൈനലുകളിലൊക്കെയാണ്. അപ്പോൾ കഴിഞ്ഞ വർഷം മെഗാ ഫൈനൽ മാത്രമേ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളൂ. എന്തായാലും ഇതാണ് ഈ 4. ഇപ്പം 4ാമത്തെ റൗണ്ടിൽ എല്ലാ റൗണ്ടുകളിലും തന്നെ ഓരോ ചോദ്യവും ഓരോ നിമിഷവും പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് റാപ്പിഡ് ഫയറുകളിൽ നിങ്ങൾക്ക് ബോണസ് പോയിന്റുകളുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയാമായിരിക്കും. 1 മിനിറ്റിൽ 10-12 ചോദ്യങ്ങളാണ് ഗ്രൂപ്പ് ഫൈനലിലുള്ളത്. 12 എണ്ണത്തിന് ഉത്തരം പറഞ്ഞാൽ 12 × 2 24 പ്ലസ് മൊത്തം പറഞ്ഞ എല്ലാം ശരിയാണെങ്കിൽ ഒരു ബോണസ്, അങ്ങനെ 25. ചിലപ്പോൾ മാറി വരാറുണ്ട്. എന്തായാലും ഒരു ചെറിയ ബോണസ് പോയിന്റ് അതിൻ്റെ കൂടെ ഉണ്ടാവും എല്ലാ ഉത്തരം പറഞ്ഞാൽ. ഇനി ചിലപ്പോൾ മെഗാ ഫൈനലിൽ 1 മിനിറ്റിൽ 14 ചോദ്യങ്ങൾ വരെ ചോദിക്കാറുണ്ട്. അപ്പോൾ 30 മാർക്ക് ആയി മാറും. 14 എണ്ണത്തിന് 28ഉം 2 മാർക്ക് വെച്ച്, പിന്നെ ബോണസ് 2, അങ്ങനെയൊക്കെ. അങ്ങനെ ഉള്ള റാപ്പിഡ് ഫയർ. അപ്പം ഞാൻ നമ്മുടെ ഈ ഇതിലും 1 മിനിറ്റിൽ ചിലത് ചെയ്തിട്ടുണ്ട്. ഇനി പലർക്കും ചോദ്യങ്ങൾ ആവർത്തിക്കണമെന്ന് പല ആഗ്രഹമുള്ളവരുള്ളതുകൊണ്ട് ഞാൻ ചോദ്യങ്ങൾ ആവർത്തിച്ചുള്ള റാപ്പിഡുകളും നമ്മുടെ ഈ ഒരു തിരുവചന ഉപാസന ചാനലിലുണ്ട്. അപ്പോൾ നിങ്ങൾക്കതും കണ്ടെത്താവുന്നതാണ് നമ്മുടെ പ്ലേലിസ്റ്റുകളിൽ. അപ്പോൾ ഈ 4 ഘട്ടങ്ങളാണ് ലോഗോസ് പ്രതിഭ എന്ന ഒരു പദത്തിലേക്ക്, അല്ലെങ്കിൽ വിശുദ്ധനാട് സന്ദർശനം ലോഗോസ് മത്സരത്തിലൂടെ നേടാൻ, ലോഗോസ് ക്വിസ് മത്സരത്തിലൂടെ നേടാനുള്ള. ഇപ്പോൾ നമ്മുടെ ഈ ലോഗോസ് ക്വിസ് ഇൻ്റർനാഷണൽ ലെവലിലേക്ക് വന്നിട്ടുണ്ട്. കാരണം നാഷണൽ എന്നൊക്കെ കഴിഞ്ഞ വർഷം തൊട്ട് പറഞ്ഞു തുടങ്ങുന്നു. പിന്നെ കാരണം പുറത്ത് NRIകളൊക്കെ എഴുതുന്നുണ്ട്, വിദേശ രാജ്യക്കാരിൽ നിന്ന് മലയാളികൾ എഴുതുന്നുണ്ട്, മറ്റു ഭാഷകളിലൊക്കെ എഴുതുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇനി എനിക്ക് പറയാനുള്ളത്, ഈ ഒരു ലോഗോസ് പ്രതിഭ പട്ടം 2016 മുതൽ ഒരു പ്രാവശ്യമേ ഒരു വ്യക്തിക്ക് നൽകുകയുള്ളൂ. വളരെ പ്രധാനപ്പെട്ട ഒരു അറിവാണ്. അപ്പോൾ ലോഗോസ് പ്രതിഭ ഒരു പ്രാവശ്യമായാൽ ഇനി അങ്ങോട്ട് പിന്നെ മത്സരിക്കാൻ പറ്റില്ല. ഏത് ഗ്രൂപ്പിൽ നിന്നാണെങ്കിലും മത്സരിക്കാൻ പറ്റില്ല. പക്ഷേ അവർക്ക് തീർച്ചയായും രൂപതകളിൽ മത്സരിക്കാനുള്ള അനുമതി അവകാശമൊക്കെ ഉണ്ട്. എന്നാൽ സ്റ്റേറ്റിലേക്ക് പോകാൻ പറ്റില്ല, POCയിലേക്ക് ചെല്ലാൻ സാധിക്കില്ല. അത് ഓർത്തിരിക്കുക. ഒരു പ്രാവശ്യം ലോഗോസ് പ്രതിഭയായാൽ പിന്നെ അങ്ങോട്ടുള്ള, ഇപ്പോൾ ഇങ്ങനെയാണ്, മുൻപ് 2 പ്രാവശ്യമൊക്കെ നേടിയവരുണ്ട് എങ്കിൽ പോലും ഇപ്പോൾ ഇങ്ങനെയാണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ വീഡിയോയിൽ പങ്കെടുക്കാനുള്ളത്. നിങ്ങൾ ഈ വീഡിയോ മുഴുവൻ കണ്ടതിൽ ദൈവകൃപ നിങ്ങളിൽ നിറയട്ടെ. ഈ ഒരു കാരണം കൊണ്ടുകൂടി, കാരണം ഇത് മനസ്സിലാക്കുവാനും നിങ്ങളുള്ള ആഗ്രഹത്തെ ദൈവം മാനിക്കട്ടെ. നിങ്ങൾക്ക്
ലോഗോസിൽ കൂടുതൽ മുന്നേറാൻ സാധിക്കട്ടെ എന്ന് പറയുന്നു, ആശംസിക്കുന്നു. അപ്പോൾ വീഡിയോ മുഴുവനായി കണ്ടത് നന്ദി ഞാനും നിങ്ങളെ അറിയിക്കുന്നു. വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇനിയും ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതിനും ഓർമ്മിപ്പിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.